അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കൊക്കെ സുപരിചിതനായ എല്ലാവരുടെയും സ്നേഹത്തിനും ബഹുമാനത്തിനും പാത്രീഭൂതനായ വന്യരായ ഗുരു ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അടുത്താണ് നമ്മിൽ നിന്നും വിട പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ആമീൻ. എല്ലാവരും ശരിക്ക് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കിടക്കുന്നത് കണ്ടാൽ ആ താടിയൊക്കെ കെട്ടിയതൊന്ന് എടുത്തു മാറ്റിയാൽ മരിച്ചു കിടക്കുകയാണെന്ന് തോന്നുക പോലുമില്ല. അത്രമേൽ ഈമാനികമായ ഒരു ജ്വാല, അതിനപ്പുറം ഒരു മനോഹരമായ പുഞ്ചിരി. കൂടെയുള്ള ആളുകൾ പറയുന്നു, പ്രിയപ്പെട്ട ഉസ്മാൻ ഫൈസിയൊക്കെ പറയുന്നു, വളരെ ഉച്ചത്തിൽ 2-3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മരിക്കാൻ തയ്യാറായി എല്ലാ കാര്യങ്ങളും സ്വയം അറിഞ്ഞ് വെള്ളം വാങ്ങി കുടിച്ച് ഇങ്ങനെ ഒരു ശാന്തമായ രൂപത്തിലാണ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞത്. ഞാൻ ഈ വിഷയം ഇവിടെ സൂചിപ്പിച്ചത് മറ്റൊന്നിനും വേണ്ടിയല്ല. നാം ജീവിക്കുന്ന പാത, നാം പിന്തുടരുന്ന മഹത്തുക്കൾ, അവർ നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അവരുടെ പാത തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല മഹാന്മാരുടെയും മരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയും അതുപോലെ തന്നെ സൈനുൽ ഉലമയും ഒക്കെ അവരുടെയൊക്കെ മരണത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് കാണിച്ചു തന്ന പല കാര്യങ്ങളാണ്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പിന്തുടരുന്നതായിരിക്കുന്ന ആ സംവിധാനം, ആ ചട്ടക്കൂട്, അതിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണം. അതുതന്നെയാണ് സത്യം. അതിലൂടെ ജീവിച്ച ആളുകളുടെ അന്ത്യം ഏത് രൂപത്തിലാണെന്ന് വളരെ കൃത്യമായി പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നപ്പോൾ, പ്രത്യേകിച്ചും ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ലോകമൊട്ടാകെയുള്ള ആളുകളെല്ലാം ഇത് കാണുമ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത്. നാം ഒരിക്കലും വഴി പിഴച്ചിട്ടില്ല. നാം സഞ്ചരിക്കുന്ന വഴി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തുടരണം എന്നു പഠിപ്പിച്ച വഴി. അതുകൊണ്ട് തന്നെ ആരും സംശയിച്ച് നിൽക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മുടെ മഹാന്മാരൊക്കെ ഈ ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമുക്കും അത്തരത്തിലുള്ള ഒരു അന്ത്യം, ആ രൂപത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഈമാനോടുകൂടി ഉള്ള ഒരു മരണം